ജീവിതത്തിൽ സ്വപ്നം കാണുക എന്നതൊഴിച്ച് ബാക്കിയൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നെ സംബന്ധിച്ച് ഡ്രൈവിംഗ് പഠിക്കുക എന്നത് കുറേ നാളുകൊണ്ടുള്ള ഒരാഗ്രഹമായിരുന്നു. അതിന് കുറേ സമയം എടുക്കുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇവളെന്തിനാ ഇത്രയും ഷോ കളിക്കുന്നതെന്ന്. എന്നെ സംബന്ധിച്ച് ഇത് എൻ്റെ ലൈഫിൽ ഞാൻ അച്ചീവ് ചെയ്ത വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് ഹാപ്പിയസ്റ്റ് മൊമെൻ്റാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഹാപ്പിനെസ് നിങ്ങളുടെ ഇടയിൽ ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഡ്രൈവിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ചിലായിരുന്നു. ഒരു 4 months ബിഫോർ. UAE ഡ്രൈവിംഗ് നിയമങ്ങൾ അനുസരിച്ച് ഇതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാനൊരു ഫ്രഷറാണ്. എനിക്ക് ഇന്ത്യയിൽ ലൈസൻസ് ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് UAE ലൈസൻസ് എടുക്കുന്നത്. ഇതിനു വേണ്ടി ഞാൻ കുറേ പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എല്ലാവർക്കും കോമണായി അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. വേണമെങ്കിൽ ഒന്ന് ചുരുക്കി പറയാം. ഫസ്റ്റ് ഐ ടെസ്റ്റ് ചെയ്തു, പിന്നെ ഫയൽ ഓപ്പൺ ചെയ്തു, പിന്നെ നമുക്ക് കുറച്ച് തിയറി ക്ലാസ്സുകളൊക്കെ ഉണ്ട്, അതൊക്കെ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കുറച്ച് പ്രാക്ടിക്കൽ സെക്ഷൻസ് ഉണ്ട്, അതും അറ്റൻഡ് ചെയ്യണം. ഇതിൻ്റെ എല്ലാം ഓരോ സെക്ഷൻ കഴിയുമ്പോഴും നമുക്ക് എക്സാം ഉണ്ട്. ആ ടെസ്റ്റിൽ നമ്മൾ പാസ്സാവണം, എന്നാലേ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ കഴിയുള്ളൂ. ഇതൊക്കെ എൻ്റെ ജേർണിയിലുണ്ടായിരുന്ന കുറേ നല്ല മൂമെൻറ്റ്സ് ഞാൻ ക്യാപ്ചർ ചെയ്തു വെച്ചിരുന്നതാണ്. അതാണ് നിങ്ങളുടെ ഇടയിൽ കാണിക്കുന്നത്. പ്രത്യേകിച്ച് എന്താണ്, റൈറ്റ് ഐക്ക് ചെറിയ കാഴ്ചക്കുറവുണ്ട് ഗൈസ്. ഞാൻ പ്രായമായി എന്നാണ് എൻ്റെ ഐസ് പറയുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ ഇതെന്ന് പറയുന്നത് നമുക്ക് ഡ്രൈവിംഗ് ക്ലാസ്സിൽ തിയറി ക്ലാസ് 8 സെക്ഷൻ ഓഫ് തിയറി ക്ലാസ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് 16 സെക്ഷൻ ഓഫ് പ്രാക്ടിക്കൽ ക്ലാസ്സസ് ഉണ്ട്. അങ്ങനെ ആ 16 സെക്ഷൻ ക്ലാസ് കഴിയുമ്പോഴാണ് നമുക്ക് പാർക്കിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 2 ടൈപ്പ് ഓഫ് പാർക്കിംഗ് ടെസ്റ്റ് വരും. റിവേഴ്സ് പാർക്കിംഗ്, 90 ഡിഗ്രി പാർക്കിംഗ്, ഫോർവേഡ് ആൻഡ് റിവേഴ്സ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ടെസ്റ്റ് പാസ്സായി കഴിയുമ്പോഴാണ് നമുക്ക് പുറത്ത് കാർ ഓടിച്ച് പഠിക്കാനുള്ള ഒരു ട്രെയിനിങ് കാർഡ് കിട്ടുന്നത്. ആ ഒരു ട്രെയിനിങ് കാർഡാണിത്. ഈ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ പുറത്തൊരു ഇൻസ്ട്രക്ടറിൻ്റെ അടുത്ത് പോകേണ്ടത്. എനിക്ക് പുറത്ത് വണ്ടി ഓടിച്ചു തുടങ്ങിയപ്പോൾ നല്ല ഡിഫിക്കൽട്ടി ഫീൽ ചെയ്തു. കാരണം എന്തെന്ന് വെച്ചാൽ ഡ്രൈവിംഗ് സ്കൂളിനകത്താവുമ്പോൾ അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവിടെ തന്നെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ പുറത്ത് ഡ്രൈവ് ചെയ്ത് തുടങ്ങിയപ്പോൾ മെയിൻ റോഡിലും സിഗ്നലും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കണം. ഓപ്പോസിറ്റ് സൈഡ് എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എനിക്ക് കുറച്ച് പേടിയൊക്കെ തോന്നി. എൻ്റെ ഇൻസ്ട്രക്ടർ എനിക്ക് ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ട്. ആ സമയം ഞാൻ അതൊന്നുകൂടെ മൈൻഡിലൊന്ന് വെച്ച് ഞാനൊന്ന് റിപ്പീറ്റ് പറഞ്ഞു നോക്കുന്നതൊക്കെ ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. അങ്ങനെ എൻ്റെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു. ഇനിയും എനിക്ക് ടെസ്റ്റുണ്ട്. ആ ടെസ്റ്റിൽ പാസ്സായി കഴിയുമ്പോഴായിരിക്കും നമുക്ക് ലൈസൻസ് കിട്ടുക. സ്റ്റിയറിങ്ങിൽ ഒരു വട്ടം കൈവച്ചാൽ പിന്നെ നമുക്ക് ഭ്രാന്ത് പിടിക്കുക എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. എനിക്കിപ്പം ഒരുമാതിരി വണ്ടിഭ്രാന്താണ്. അച്ചാച്ചനും ഇത് തന്നെയായിരുന്നു കേട്ടോ. അത് കണ്ട് പഠിച്ചതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ കഴിഞ്ഞു.
ദൈവത്തിൻ്റെ കൃപയാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാൻ സാധിച്ചു. എല്ലാ മഹത്വവും മാനവും പുകഴ്ചയും എൻ്റെ യേശുപ്പച്ചന്.